3 മാസം കൊണ്ട് 35 ലക്ഷം രൂപ വരെ തട്ടിയെടുക്കുന്ന ചില യുവതികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് യുവാക്കളെയാണ്. അതും പ്രത്യേകിച്ചും ജീവിത പങ്കാളിയെ അന്വേഷിച്ച് നടക്കുന്ന സിംഗിളായിട്ടുള്ള ആളുകൾ, പുരുഷന്മാരെയാണ് ഇവർ സമീപിക്കുന്നത്. ഇതിലൂടെ ഈ പുരുഷന്മാരെ തട്ടിപ്പിന് വിധേയമാക്കി 35 ലക്ഷം രൂപ തട്ടിയെടുക്കുക എന്നതാണ് ഇത്തരം യുവതികളുടെ പ്രത്യേക താല്പര്യം. പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസി. നിരവധി ആളുകളെ പിടികൂടിയിരിക്കുകയാണ്. എവിടെയാണ് ഈ സംഭവം? എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല. അപ്പോൾ അതുകൊണ്ട് 35 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ഓടിത്തള്ളി പോകണ്ട. ഇത് കേരളത്തിലും ഇന്ത്യയിലും അല്ല, ഇത് ചൈനയിലാണ്. സിംഗിളായിട്ടുള്ള ജീവിത പങ്കാളികളെയാണ് സ്ത്രീകൾ തേടുന്നത്. ഇതിനായി നമ്മുടെ നാട്ടിലും രാജ്യത്തുള്ളതുപോലെ ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഇപ്പോൾ മാട്രിമോണി, ഡിവോഴ്സ് മാട്രിമോണി വരെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷാദി.com, പിന്നെ ഈഴവ മാട്രിമോണി, അങ്ങനെ ഓരോ വിഭാഗത്തിന് ഇപ്പോൾ മാട്രിമോണികളുള്ളൂ. അതുപോലെ അവിടെയും ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈ ചെറുപ്പക്കാരെ, സിംഗിളായിട്ടുള്ള ചെറുപ്പക്കാരെ ഇവർ തേടി കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇവർക്കറിയാം ഇത് തട്ടിപ്പിനാണ്. അതായത് ഡേറ്റിംഗ് ആപ്പുകൾ വഴി, ഈ ബംബിൾ, അതുപോലെ തന്നെ ടിൻഡർ തുടങ്ങിയ ഡേറ്റിംഗ് ആപ്പുകൾ, അല്ല, വിവാഹ പരസ്യ ആപ്പുകളിൽ ഇവർ ജോയിൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇവർക്ക് മാച്ചിങ്, അത് കമ്പനിയുമായി ഇവർ പിന്നെ ബോണ്ട് കരാറും ഒക്കെ വെച്ചിട്ടാണ് ഈ വിവാഹ പരസ്യ ആപ്പ് വഴി ചെറുക്കന്മാരെ തിരഞ്ഞെടുക്കുക. പിന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഇവർ സിംഗിളായ പുരുഷന്മാരെ ജീവിത പങ്കാളികളാക്കാൻ വേണ്ടി പിന്നെ ഇങ്ങനെ സമീപിക്കാറുണ്ട്. എന്നാണ് ഇതിന് പറയുന്നത്. ആഗോളതലത്തിൽ തന്നെ ഇത്തരം ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ വളരെ സജീവമായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ടും ഈ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ യൂസർ ID എടുക്കുന്ന, അതിൽ ലോഗിൻ ചെയ്യുന്ന ഈ സിംഗിളായിട്ടുള്ള പുരുഷന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. 180ഓളം കേസുകൾ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചൈനയിലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇവർ പറയുന്നത് എളുപ്പത്തിൽ ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള സാധ്യത പരമാവധി ഉപയോഗിക്കാനാണ് യുവജനങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ആധികാരികതയോടെയും കൃത്യതയോടെയും ഇതിന് സൗകര്യമൊരുക്കുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിലും ആളുകളുടെ ഈ മനസ്ഥിതി പരമാവധി ചൂഷണം ചെയ്ത് പണം തട്ടുന്നവർ ചൈനയിൽ അധികമായി വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വധുവാകാൻ തയ്യാറാണെന്ന നാട്യത്തിൽ യുവതികൾ അവിവാഹിതരായ പുരുഷന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്നു. ഇതിനായി പെൺകുട്ടികളെ പ്രത്യേകം ഏർപ്പെടുത്തുന്നു. മാച്ച് മേക്കിംഗ് ഏജൻസികളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഒരു പുരുഷനെ കണ്ടെത്തി ഏതാനും ദിവസങ്ങൾ ഡേറ്റിംഗ് നടത്തും. പിന്നീട് വിവാഹത്തിനൊരുക്കമാണെന്ന് വാഗ്ദാനവും നൽകും. പെൺകുട്ടിക്കുള്ള സ്ത്രീധനമായി നല്ലൊരു തുക ഏജൻസിക്ക് കൈമാറണമെന്ന കരാറിൽ ഈ പെൺകുട്ടികൾ ഒപ്പിടുകയും ചെയ്യും. എന്നാൽ വിവാഹത്തിന് തൊട്ടു മുൻപോ അതിനുശേഷമോ ഇവർ ഒളിച്ചോടുകയോ അപ്രത്യക്ഷയാവുകയോ ചെയ്യും. പിന്നെ ഇവരെ നോക്കിയാൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ഇവർ വിവാഹമോചനം നേടും. പിന്നെ ഇതിന് ഫ്ലാഷ് വെഡിങ് എന്നാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് അവിടെ അറിയപ്പെടുന്നത്. സ്ത്രീധനമായ ലക്ഷങ്ങളാണ് വിവാഹത്തിന് മുൻപ് തന്നെ പുരുഷന്മാർ കൈമാറുന്നത്. ഇത്തരത്തിൽ ഓരോ വധുവും ഏജൻസികളും ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ പലരിൽ നിന്നായി 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തട്ടിയെടുത്ത സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മുതൽ ഇങ്ങോട്ട് ഹൊഗ്ഗോയുവാൻ മേഖലയിൽ നിന്ന് മാത്രം 180 വിവാഹ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ഓൺലൈനിൽ പങ്കാളികളെ തേടുന്ന അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണത്തിന് കുറവില്ല. ദിനംപ്രതി 40-നും 50-നും പുരുഷന്മാരെങ്കിലും യാതൊരുവിധ മുൻപരിചയവും ഇല്ലാത്ത പെൺകുട്ടികളുമായി ഡേറ്റിംഗിന് സന്നദ്ധരാകാറുണ്ട്. കൂടുതൽ പുരുഷന്മാർ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനായി ഓൺലൈൻ സൈറ്റുകൾക്ക് മേലുള്ള നിരീക്ഷണവും ചൈന ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിവാഹ തട്ടിപ്പുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പുരുഷനെ ഇപ്പം 4-5 വിവാഹം കഴിച്ചവർ സ്ത്രീകളെ വിവാഹ തട്ടിപ്പിലൊക്കെ പെടുത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ചില സ്ത്രീകൾ പുരുഷന്മാരെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിന്നെ വിവാഹിതരല്ലാത്ത സിംഗിളായ പുരുഷന്മാരെ കണ്ടെത്തി അവരുമായി ഡേറ്റിംഗ് നടത്തി അവരുമായി വിവാഹം കഴിക്കാമെന്നൊരു കരാറുണ്ടാക്കി ആ കരാറിൽ അവരെ കൊണ്ട് ഒപ്പുവെച്ച് അതുവഴി അവിടെയൊക്കെ സ്ത്രീധനം അങ്ങോട്ടാണല്ലോ, സ്ത്രീകൾക്ക് അല്ലേ സ്ത്രീധനം കൊടുക്കുന്നത്. പ്രത്യേകത അതാണ്. ഇവര് സ്ത്രീധനമായിട്ടാണ് ഈ ആപ്പുകൾ, നിങ്ങൾ ഈ ആപ്പിൽ ചേരൂ, ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താമെന്ന് ആപ്പ് ഒരു വാഗ്ദാനം നൽകുന്നു.
അതുവഴി ഇവരുടെ കരാർ പ്രകാരമാണ് ഇതിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. ഈ മാച്ച് മേക്കിംഗ് ഏജൻസീസ് അവർ ചില പ്രത്യേക സ്ത്രീകളെ ഇതിനായിട്ട് നിയോഗിക്കുകയും ആണുങ്ങളെ ഈ സിംഗിൾ ആയിട്ടുള്ള പുരുഷന്മാരെ വലയിലാക്കുകയും ചെയ്യുന്നു. വലയിലാക്കി വിവാഹ വാഗ്ദാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, 3 മാസത്തിനുള്ളിൽ ഇത് ഈ വിവാഹമോചനത്തിന് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തയ്യാറാവുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചെക്കൻ കൊടുത്ത 35 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയാണാവോ കൊടുത്തത് അത്രയും തുക ഇയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നില്ല. അതിലൂടെ വമ്പൻ പൈസയാണ് ഒരു വലിയ ഒരു മാർക്കറ്റ് തന്നെ, ഒരു മാഫിയ തന്നെ ഇതിനായിട്ട് ചൈനയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മുതൽ ഇപ്പോൾ വരെ ഏതാണ്ട് 180ഓളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് സമാന സ്വഭാവത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. നമുക്കറിയാം ഇപ്പം ആഗോളതലത്തിൽ തന്നെ ഇപ്പം പല ആളുകളും ഡേറ്റിംഗ് സൈറ്റുകളൊക്കെ ഇപ്പം വലിയ രീതിയിൽ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വൺ നൈറ്റ് സ്റ്റാൻഡ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രിയേക്ക് മാത്രം ഉള്ള ബന്ധം, അതാണ്. അതിലൂടെ വേണ്ടതെല്ലാം കേരളത്തിലുള്ള ആപ്പാണ് അത് ഇന്ത്യയിലുള്ള അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സമ്പ്രദായത്തിന് വേണ്ടി മാത്രം ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒറ്റ ദിവസത്തെ സ്ത്രീയുമായിട്ട് ഒരു ദിവസത്തെ ബന്ധം മാത്രം പുലർത്തുക, ഒരു രാത്രിയിലുള്ള ബന്ധം മാത്രം. അതിനു വേണ്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കരാറായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനെയാണ് ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ വലിയ രീതിയിൽ പ്രചാരണം നേടുന്ന ഒരു കാലമാണ് ആഗോളതലത്തിൽ തന്നെ. ഇപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ബംബിൾ, അതുപോലെ തന്നെ ടിൻഡർ തുടങ്ങിയ ആപ്പുകളാണ് ഈ ഭയങ്കര പ്രചാരണത്തിലുള്ള അല്ലെങ്കിൽ യുവാക്കൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഇത്തരം ആപ്പുകൾ. അരികെ അത് തന്നെ നമുക്ക് ഒരുപാട് പരസ്യങ്ങളൊക്കെ, അരികേന്റെ പരസ്യങ്ങൾ ഇപ്പം വളരെ വ്യാപകമായിട്ട് നമ്മളുടെ ഈ കാണുമ്പം കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ചൈനയിലും ഇതുപോലുള്ള ഈ ബംബിളും ടിൻഡറും ഒക്കെ വരും തീർച്ചയായിട്ടും. കാരണം കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓൺലൈനെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമൂഹിക ഇടപെടലിലൂടെ ഒരു ആധികാരികതയുണ്ട് ഒരാളെ പരിചയപ്പെടുക എന്നുള്ളത്. പക്ഷേ ഈ ഓൺലൈനിലേക്ക് വരുമ്പം അത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ചീറ്റ് ചെയ്യപ്പെടാം, നമ്മളെ വഞ്ചിക്കപ്പെടാം. കാരണം നമുക്ക് അടുത്ത അയാളെ കണ്ടിട്ടില്ല, ഈ ഓൺലൈൻ വഴി അയാൾ എന്ത് സംസാരിക്കുന്നു അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വഴിയുള്ള പ്രണയം യഥാർത്ഥ പ്രണയമാണെന്ന് വിശ്വസിച്ച് പലരും ചാക്കിലാവുന്നുണ്ട്, വലയിലാവുന്നുണ്ട്, കുടുങ്ങുന്നുണ്ട്, വഞ്ചിതരാവുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് ഇവിടെയുള്ള കോഴികളായിട്ടുള്ള സിംഗിളായിട്ടുള്ള യുവാക്കളെല്ലാവരും തിരിച്ചറിയട്ടെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ലി ആപ്പ് കൂട്ടുകാരെ നമുക്ക് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് കൂട്ടുകാരിൽ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്നു, നമ്മളൊക്കെ ഒന്നുകിൽ പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ സമൂഹവുമായി ബന്ധമുള്ളവരായിരിക്കും. അപ്പം നമുക്കൊരു ജോലി സ്ഥലത്ത് ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് നല്ലൊരു സുഹൃത്താക്കാൻ കഴിയും. നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ നമുക്കൊരു സുഹൃത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നല്ല കസിൻസ് നമുക്ക് നല്ല സുഹൃത്തായില്ല എങ്കിൽ, എങ്ങനെയാണ് നമ്മൾ മുഖം പോലും കാണാത്ത ഒരാളെ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയൊക്കെ എങ്ങനെയാണ് നമുക്കൊരാളെ സുഹൃത്താക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ തട്ടിപ്പിന്റെ ആദ്യത്തെ പാഠം തുടങ്ങുകയാണ് എന്നുള്ളത്. ബന്ധങ്ങൾ ഇപ്പൊ നിലനിർത്താൻ വേണ്ടിയിട്ട് പല ആളുകളും, അതായത് നേരിട്ടിട്ടുള്ള നമ്മൾ സംസാരിക്കുന്ന ഒരു ബന്ധത്തിനും അത്തരം രീതിയിലുള്ള കണ്ടുമുട്ടലിനൊക്കെ അവിടെ ഒരു ആത്മാർത്ഥതയുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഓൺലൈനിലൂടെ എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാർത്ഥതയില്ല. ഞാൻ എന്ത് മനസ്ഥിതിയിലാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് മറ്റേയാൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഫേക്ക് ചെയ്യായിരിക്കും. പക്ഷെ ആ പ്രണയങ്ങളോടാണ് ഇപ്പം പലർക്കും താല്പര്യം കൂടുതൽ. സാമൂഹിക ഇടപെടലിലൂടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾക്കൊക്കെ വില കുറഞ്ഞു വരികയാണ്. അല്ലെ, നമ്മളിത് ചർച്ച ചെയ്താൽ ഇതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പറ്റില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ സിംഗിൾ യുവാക്കളോടാണ് ഒന്ന് സൂക്ഷിക്കുക. ചൈനയിൽ വന്ന സ്ഥിതിക്ക് ഇന്ത്യയിലേക്ക് വരാൻ വലിയ താമസമൊന്നും വേണ്ട.